ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഡേ 8 ആണ് നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ജസ്റ്റ് ആസ് യൂഷ്വൽ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ. അത് കഴിഞ്ഞ് ഇന്ന് മൊറോക്കൻ ഹമാം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ കസബ്ലാങ്കക്ക് തിരിക്കണം എന്നാണ്. നേരത്തെ എത്താണ് കസബ്ലാങ്കയിൽ പള്ളി കിട്ടും, ഇല്ലെങ്കിൽ ജസ്റ്റ് നാളെ രാവിലെ പള്ളി കാണും. കാരണം നാളെ എന്തായാലും നമുക്ക് എയർപോർട്ട് വൈകുന്നേരമാണ്, ഉച്ച സമയമുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ഒരു പ്ലാൻ ഉള്ളത്. ഇതാണ് ഹമ്മാം നിലോ. ഹമ്മാം നിലോയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. മൊറോക്കോയിൽ വന്നാൽ നമ്മൾ മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനമാണ് മൊറോക്കൻ ഹമ്മാം എന്ന് പറയുന്നത്. സോ മൊറോക്കൻ ഹമ്മാമിൽ തേച്ച് കുളിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണല്ലോ, അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് പാക്കേജസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹമ്മാം ട്രഡീഷണലാണ്. ഇവിടെ ജെൻസ് ഉണ്ടാവും, ട്രഡീഷണൽ ലേഡീസ് ഉണ്ട്. അതുപോലെ ഇവരുടെ ഒരു ബക്കറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ ഈ ബക്കറ്റാണ് നമ്മളെ കയ്യിൽ ഉണ്ടാവേണ്ടത്, അതാണ് ഒരു തരായി. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഇത് ഇംഗ്ലീഷിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, സോഫ്റ്റ് അതുപോലെ കംഫർട്ടബിൾ ബ്ലാക്ക് സോപ്പ്, കെസ ഗ്ലൗ, സാൻഡൽസ്, കോംബോ എല്ലാം തരും. ലേഡീസ് ആണ് ലേഡീസ് ഉണ്ടാവും, ജെൻസ് ആണെങ്കിൽ ജെൻസ് തന്നെ അസിസ്റ്റ് ചെയ്യും. വേറെ ഒന്നുമില്ല. ബേസിക് ഹമാം ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്. ഞാൻ ട്രഡീഷണൽ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഒന്നുമില്ല, ബ്ലാക്ക് സോപ്പ്, സ്ക്രബ്, ഗ്ലൗ, സോപ്പിങ്, ഹെയർ വാഷിങ്ങും ഉണ്ട്. പിന്നെ നാച്ചുറൽ ഗ്ലൗ ഉപയോഗിച്ചുള്ള സാധനങ്ങളും അങ്ങനെ ഒരുപാടുണ്ട്. നിരാ പാക്ക്. പിന്നെ ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് അതൊക്കെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ട്രഡീഷണൽ ഹമ്മാമാണ്. ബേസിക്കിൻ്റെ തൊട്ട് മേലുള്ള സാധനം 200 ഇതാണ് വരുന്നത്. ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിംഗ് ഉണ്ട്, പിന്നെ ഗ്ലൗ വെച്ച് ഉരച്ചരും, പിന്നെ ബോഡിയിലൊരു സോപ്പും ഹെയർ വാഷും ഉണ്ട്. ഇത്ര സാധനമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ലച്ചി എൻ്റെ മുഖം ഇപ്പോൾ എങ്ങനെയാണുള്ളത്, എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ വരുമെന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് പ്രൈവസി ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളോട്ട് ക്യാമറ യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം പബ്ലിക്കലി ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു വാഷ്റൂമാണെന്നാണ് പറഞ്ഞത്. ലച്ചി കവർ ചെയ്യാൻ പറ്റുന്ന പരമാവധി കവർ ചെയ്ത് തരും, ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് വന്നിട്ട് ബാക്കി എക്സ്പീരിയൻസ് പറയാം. സോ ദിസ് ഇസ് മൈ ഫേസ്, ലുക്സ് ലൈക്ക് ആൻഡ് സീ. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഒരു ചെരുപ്പുണ്ട്. ഇതിൽ കൊട്ടയറ്, ഇതാണ് ഇവരുടെ മറ്റേ ഒരു കൊട്ട, ബാസ്ക്കറ്റ് എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഇതുണ്ടാവും. പിന്നെയാണ് ഡ്രസ്സ്, ചെരുപ്പുണ്ട്. ഇനി ഇത് നമ്മളെ കയ്യിൽ, ഓക്കെ, ഇത് വെച്ചിട്ടാണ് കൈ വെച്ചിട്ടാണ് ഇത് ഉറക്കുക അതിനകത്ത്. ഓക്കെ, ശരി. ഒരു ഉരയ്ക്കുന്ന സാധനമുണ്ട്, പിന്നെ കോമ്പോ ഉണ്ട് ലാസ്റ്റെല്ലാം കഴിഞ്ഞിട്ട്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പുറത്ത് ഉരച്ച് വെച്ചിരുന്നതാണ്. ഓക്കെ, ഓക്കെ ഓക്കെ. ഇത് എന്താണ്, ട്രൗസർ ഉണ്ടോ? രസമുള്ള ട്രൗസർ. ആൻഡ് ദിസ് ഇസ് ബ്ലാക്ക് സോപ്പ്, സാബൂൺ. ഓക്കെ ഓക്കെ, ഇത് ബ്ലാക്ക് സോപ്പ്. ഇത് വെച്ചിട്ടാണ് ഉരയ്ക്കുക. ഇത്രയാണ് സാധനങ്ങളുള്ളത് കേട്ടോ. നമ്മളെ കൂടെ വരുന്ന മച്ചാ അങ്ങനെ ഉണ്ട്. വെളിച്ചൊക്കെ വെച്ചാ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറോക്കൻ ഭാഗത്ത് എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഹമ്മാം എന്ന് പറഞ്ഞാൽ ഒരു പൊതു കുളിമുറിയാണ്. ഇവിടെ ആളുകൾക്ക് അവർ ബക്കറ്റ് തന്നെ വീട്ടിൽ നിന്ന് ഈ വരയ്ക്കുന്ന സാധനവും സോപ്പും എല്ലാം കൂടി ആയിട്ട് വരും. അവർക്ക് ഇതൊരു പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് സാധനം കൊണ്ടുവരും, ഇവിടെ നിന്ന് കുളിക്കാൻ പോകും. അവർക്ക് ചെറിയ എൻട്രി ഫീ മാത്രം കൊടുത്താൽ മതി. നമ്മൾ പാക്കേജ് എടുക്കുക, നമ്മളെ കൂടെ ഒരാൾ നിന്നിട്ട് അവർ ചെയ്തുതരും. ലേഡീസ് ആണെങ്കിൽ ലേഡീസ് ഉണ്ടാവും, ജെൻസ് ആണെങ്കിൽ ജെൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വന്നത്. സ്റ്റെപ്പ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് പുകമാരിങ്ങനെ ഉണ്ടായിരുന്നു. സോനയിൽ നല്ല ചൂടുള്ളതാണ്, അവിടെ ഇരിക്കാം. ഡ്രസ്സ് മാറ്റം, ഒരു തന്ന സാധനത്തിൽ എല്ലാം ഉണ്ടാവും. എല്ലാം അയച്ച് ആ മുണ്ട കൊടുത്ത് ഉള്ളിൽ പോയിരിക്കാം. വെള്ളം ഒഴിച്ച് തരും. അതിന് ശേഷം രണ്ടാമത് ഈ നമ്മൾ ആദ്യം മെയിലെ നമ്മൾ സാബൂനിട്ട് തേക്കാൻ പറയും. നമ്മൾ ബ്ലാക്ക് സോപ്പ് ഞാൻ നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന്. ആ സാധനം ഇവിടെ നിന്ന് തരുവർ. അത് വെച്ച് ഫുള്ള് തേച്ച് പതച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് എനിക്ക് വേറെ റൂം കൊണ്ടുപോയി എടുത്ത് തന്ന്. കാരണം എന്നെ അതിൽ ക്യാമറ കണ്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായി. ക്യാമറ എടുക്കുന്ന ആരും എടുത്തിട്ടില്ല നമ്മൾ ശരിക്കും. പിന്നെ ഒന്നെ വേറെ പ്രൈവറ്റ് റൂമിൽ കൊണ്ടുപോയി കർട്ടനൊക്കെ ഇട്ട്, പിന്നെ അവിടുന്ന് ഓന് എന്നെക്കാളും ഇൻട്രസ്റ്റ് ഓനക്ക് വീഡിയോ എടുക്കും. ഒരു പ്രശ്നമില്ല, എടുത്തോ, യൂട്യൂബ് ഒന്നും പ്രശ്നമില്ല പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഫുള്ള് മേലൊക്കെ തേച്ച് കഴുകി, പിന്നെ സാബൂനിട്ട്, പിന്നെ ഒരു ഷാമ്പു ഉണ്ടായിരുന്നു, ഓറഞ്ച് ബ്ലോസത്തിൻ്റെ ഒരു ഷാമ്പു. അത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 200 ആയത്. അപ്പോൾ ആ സാധനം വെച്ച് ഹെയർ വാഷ് ഒന്നും ചെയ്തെന്ന്. പിന്നെ ലാസ്റ്റ് ഓന് ചെറിയ മസാജ് ചെയ്ത് വെച്ചപ്പോൾ ഓനിങ്ങനെ കയ്യൊക്കെ കാലൊക്കെ പിടിച്ച് കട്ടൊക്കെ പൊട്ടിച്ച് തന്ന്. ഇതൊക്കെ 10-20 റുപ്യ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് എന്താ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ മസാജും കാര്യങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും അവർ. പാക്കേജിൽ അടയുമ്പോൾ കുറച്ച് കൂടും, പക്ഷെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ. 45 മിനിറ്റ് അതിൽ കൊടുത്ത് ഏകദേശം ആ ടൈം തന്നെ ഉണ്ടോ, ആ ടൈം കൊണ്ട് തന്നെ പരിപാടി കഴിയും ചെയ്തു.
ഒരു റിഫ്രഷ്മെന്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഫുള്ളായിട്ടുള്ള പാക്കേജും കുറച്ച് നല്ല സ്ഥലത്ത് എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു സാധനമാണ് മൊറോക്കൻ ഹമ്മാം എന്നാണ് ഇതിന് പറയാം. സോ ഒരുപാട് ലോക്കൽസും വന്ന് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊരു പ്രൈവസി ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം പറയാൻ പറ്റില്ല. ഇതിൻ്റെ അത് ക്യാമറ ഒന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഫുള്ള് പുകമയാണ്. പിന്നെ പ്രൈവറ്റായിട്ട് എൻ്റെ അപ്പുറത്തൊരു ഇംഗ്ലീഷുകാരനൊക്കെ കണ്ടിട്ടുണ്ട്, ഫുള്ള് മസാജൊക്കെ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഫുള്ള് 450-500 പാക്കേജ് കസബ്ലാങ്കയിലെ കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ പള്ളീൻ്റെ താഴത്ത് ട്രഡീഷണൽ ഇതുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് കയറുന്നതെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എത്ര ഞാൻ പിന്നെ 150-200 മതി ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉള്ള നൽകുക. പ്രത്യേകിച്ച് നമ്മൾ 7-8 ദിവസം യാത്ര ചെയ്ത് വന്നല്ലോ, അപ്പോൾ ആ ഒരു കരുവാളിപ്പൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്തെങ്കിലും അലർജിയൊക്കെ ഉള്ളവരാണ് അത് പറഞ്ഞ മുഖത്ത് തേക്കണമെങ്കിൽ ഇപ്പോൾ ഫുള്ള് റിൻസ് ചെയ്ത് കുട്ടപ്പനായി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാകെ ഒരു മൊറോക്കൻ ടീ കിട്ടും. മൊറോക്കൻ ടീയും ചെറിയൊരു സ്നാക്സും തരും, അതും കൂടി കഴിക്കാം. അപ്പോൾ ഇതാണ് മൊറോക്കൻ ഹമാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ക്യാഷായിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ യൂറോ കൊടുക്കുക. ഇവിടുത്തെ ദിർഹമല്ല യൂറോ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ പേപ്പാലൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ പേപ്പാൽ നമ്മളവിടെ യൂസ് ചെയ്യില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് ട്രഡീഷണലും എടുക്കുക, കൂടെ ഒരു മസാജും എടുക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ മസാജൊക്കെ കൂടി വരുന്ന പാക്കേജിന് 600-700 വരുന്നുണ്ട്. പിന്നെ ഈ നീല ഭയങ്കര സംഭവമാണ്, ഫേസിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് ഉപയോഗിച്ച് വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം. പിന്നെ ഹെന്ന ഹെയർ കെയർ ഉണ്ട്. പിന്നെ കുറേ ടൂറിസ്റ്റ് ഫ്ലാപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് അതും ഇതൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ തോന്നും എല്ലാം ഭയങ്കര സംഭവമാണ്, എല്ലാം എടുക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ എല്ലാം എടുക്കണമെന്നില്ല, വളരെ വൃത്തിയിൽ എടുക്കാം. എനിക്കാണെങ്കിൽ 2 സെറ്റ് എന്നറിയില്ല, ഭയങ്കര കോൾഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓവർ വെള്ളത്തിലുള്ള പരിപാടിക്ക് നിൽക്കായിട്ടാണ്. ഇതന്നെ ഫുള്ള് വെള്ളം ബക്കറ്റ് ഇങ്ങനെ കോരി വെച്ചുതരും, കുറേ മറ്റേ ടാപ്പിൽ നിന്ന് വെച്ചുതരും, അങ്ങനെ ഉണ്ടാകും. പക്ഷെ എന്നാലും കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് നോക്കാമെന്നുണ്ട് അതുണ്ടായിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന ആളെങ്ങനെയുണ്ട് അതുപോലെ ഉണ്ടാകും. അത്യാവശ്യം ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവനാണെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും. ബച്ച കോഫി ഭയങ്കര ഫേമസ് ഒരു സാധനം കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ബച്ച കോഫീൻ്റെ ഓൾറെഡി റിവ്യൂസ് കാണുന്നുണ്ട്, ഭയങ്കര ക്യൂവും കാര്യങ്ങളാണല്ലോ. നമുക്ക് ഫുൾ ആൾക്കാർ ക്യൂ ആണ് ഇതിൽ കയറാനും കുടിക്കാനും വേണ്ടിയതും. അപ്പോൾ ഈ സാധനം പിന്നെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞാൻ പറയാം 2 മണിക്കൂർ വെയിറ്റ് എന്തെല്ലാം നമുക്ക് കോഫി കുടിക്കാൻ താല്പര്യമില്ല. ഞാൻ പിന്നെ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം ഞാൻ എന്തായാലും തിരിച്ചു പോകണം. അത്ര ഒന്നും വെയിറ്റ് ചെയ്യാൻ നമ്മുടെ അടുത്തില്ല. നമ്മളെ മജോറല്ല ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. മജോറല്ല ഗാർഡൻ പ്ലസ് YSL മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് അതിന് 170 ആണ് വരുന്നത്. അത് കയറേണ്ടെന്ന് താല്പര്യമുള്ളവർക്ക് വേറൊരു വഴി പറഞ്ഞുതരാം. നമ്മൾ മദീനയുടെ ഉള്ളിലൂടെ വന്നു കഴിഞ്ഞാൽ ലേജാർദ്ദീൻ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ ലേജാർദ്ദീൻ സീക്രട്ട് ആണ് പിന്നെ ആളുകൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ. ഇതിന് ഏകദേശം റേറ്റ് എത്ര വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആളുകൾക്ക് 100ഉം ഇവിടുത്തെ സിറ്റിസൺസിന് കുറച്ച് കുറവാണ്. പക്ഷെ അതാണ്ടാ ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡൻ, അതായത് ഇങ്ങനെ കുറേ സ്പീഷീസ് കാര്യങ്ങൾ വളർത്തി വെച്ചിട്ടുണ്ട്, കാക്ടസ് സംഭവങ്ങൾ. അപ്പോൾ ഈ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നവർക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം കുറച്ച് ചെടി കാര്യങ്ങളതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ലേജാർദ്ദീൻ സീക്രട്ട്. ഇൻഡ്രൈവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡ്രൈവിൽ നമ്മളെ ഇത് കിട്ടൂല, അതായത് ടൂറിസ്റ്റുകൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇല്ലീഗലാണെന്ന് പറയുന്നത്. ഞാൻ 1-2 പ്രാവശ്യം ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത്, പക്ഷെ അവർ വരുന്നില്ല. അതായത് നോർമൽ ഓട്ടത്തിന് അവർ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ലോങ് നമ്മൾ ബാഗ് കിട്ടുന്ന നിൽക്കുന്ന സമയത്ത് അവർ കിട്ടുന്നില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ എന്നോട് പറയുന്നത് ഇല്ലീഗലാണ്, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇവിടുത്തെ ലോക്കൽസിനെ അവർ കൊണ്ടുപോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ടാക്സിക്കാർ പ്രശ്നം ഉണ്ടാക്കുക എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഒരു ഭാഗ്യത്തിനോട് ചെക്കനെ കിട്ടി. എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് തന്നെ ഹംസ എന്ന് പറഞ്ഞിട്ടൊരു ചെക്കൻ നല്ല അയക്കാൻ കേട്ടോ. ഓൻ്റെ ഒപ്പം വന്ന് ഓനക്ക് എന്തോ സാധനം വാങ്ങണ്ടോ എന്നെ പറഞ്ഞ് ഓൻ്റെ ഒപ്പം ഓടി വന്ന് ടാക്സി ഒക്കെ നിർത്തി ടാക്സിക്കാരോട് സംസാരിച്ച് 40 ഫിക്സ് ആക്കി. എന്നോട് പറഞ്ഞു 30 ഉള്ളൂ, 40 കുഴപ്പമില്ല കൊടുത്തേക്ക്, പിന്നെ അതിൽ കൂടുതലൊന്നും കൊടുക്കണ്ട പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് പോവാണ്. ഇവിടുത്തെ ടാക്സി സിസ്റ്റം വേറൊരു രീതിയിൽ, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, കൈ കാണിച്ചിട്ട് അവിടെ പോവാ ഇവിടെ പോവാ. ആ സ്ഥലത്ത് പോലെ കയറുമ്പോൾ പിന്നെ ഇതിങ്ങനെ അവിടെ മീറ്റർ ഉണ്ടാവും. ആ മീറ്ററിൽ ശരിക്കും ഞെക്കണം. എൻ്റെ ഇതിന് മീറ്ററില്ല, ഓൾറെഡി ആ പ്രൈസ് ഫിക്സ് ആക്കി ഞാൻ കയറിയതാണ്. അല്ലെങ്കിൽ ഇവർ കയറുമ്പോൾ ഇങ്ങനെ ഷെയർ ഉള്ളവരെ ഞെക്കി ഓരോരുത്തർക്ക് എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് വാങ്ങുക ചെയ്യാം. അപ്പം ഈ ഡ്രൈവിനെ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഊബർ വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഊബർ കിട്ടുന്ന കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ വേറെ റെയിൽവേ സ്റ്റേഷനിൽ എത്തട്ടെ. കസബ്ലാങ്കയിലേക്ക് പോകണം. കസബ്ലാങ്കയിലാണെങ്കിൽ ഹോസ്റ്റൽസ് ഒന്നും കാണിക്കുന്നില്ല, അങ്ങനെ ആൾക്കാരൊന്നും പോകാത്തൊരു സ്ഥലമായതുകൊണ്ട് ഇവിടെ പ്ലെയിനേക്കാളും റെയിൽവേ സ്റ്റേഷനാണ് ഗംഭീരം കേട്ടോ. നമുക്ക് എമ്മാതിരി റെയിൽവേ സ്റ്റേഷനാണ് ഇവിടത്തൊക്കെ.
എനിക്ക് വന്ന മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് ട്രെയിൻ നഷ്ടപ്പെടുന്ന തോന്നുന്നു. 4:35 എങ്ങനെ ട്രെയിന് 4:30 ഓൾറെഡി. 160 ആണ് കേട്ടോ. അതിനുള്ളത് ഭയങ്കര സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 5 മിനിറ്റ് കൂടി അങ്ങനെ ട്രെയിൻ എടുക്കാൻ. അപ്പോൾ കയറാൻ പറ്റുന്ന അറിയാം. ട്രെയിൻ അതാ കാണുന്ന 160 ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കേട്ടോ. ഏകദേശം 3 മണിക്കൂർ ജേണി ഉണ്ട്. അവിടെ ഏർക്ക് എത്തുള്ളൂ. അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട്. പിന്നെ 8:30 അവിടെ എത്താൻ വേണ്ടിയിട്ട്. ട്രെയിൻ ഇതാണ്. ഓടി പിടിച്ച് കയറി ഇത് ഓണടിച്ച് കറക്റ്റ് ട്രെയിനിലെ കൂടി കയറട്ടെ. ഏകദേശം ഇതിന് സീറ്റ് നമ്പറൊന്നും 90 മുതൽ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ട്രെയിനാണ്. നമ്മൾ അന്ന് വന്ന പോലത്തെ ബുള്ളറ്റ് ട്രെയിനും കാര്യങ്ങളൊന്നും അല്ല. നമ്മളെ സീറ്റിംഗ് വരുന്നത് ഏകദേശം 94-ലാണ് വരുന്നത്. ഒരു സാധാ സെറ്റപ്പും കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും നമ്മളെ ട്രെയിനൊക്കെ വരെ കണ്ടുപിടിക്കാം. ഓൺ ടൈം ആട്ടോ. നോർമൽ ട്രെയിൻ ആവട്ടെ ബുള്ളറ്റ് ട്രെയിൻ ഏതായാലും 4:35 പറഞ്ഞാൽ 4:35 വണ്ടി പോയി. എന്താ അല്ലേ, ഞാൻ വിചാരിച്ചു ലാസ്റ്റ് മൊമെൻറ്റ് കിട്ടില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ടൈം ഉണ്ടായിരുന്നു. ആൾക്കാരോട് അറിയാവുന്ന ഭാഷ പറഞ്ഞപ്പോൾ തന്നെ പോലെ വേഗം മുന്നോട്ട് കേട്ടിരുന്നത്. പക്ഷെ കോമഡി എന്താ, എനിക്ക് വഴി പാസ് ചെയ്ത ആൾക്കാരൊക്കെ ഈ ട്രെയിനിൽ വരേണ്ട ആൾക്കാരാണ്. പക്ഷെ നല്ല ആൾക്കാർ എനിക്ക് വഴിയൊക്കെ മാറി തന്നെ അടുത്ത് ടിക്കറ്റ് എടുത്ത് ഓടിക്കാൻ പറഞ്ഞു. ടിക്കറ്റ് മെഷീനിൽ എടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനേക്കാളും സേഫ് എപ്പോഴും കൗണ്ടറിൽ പോയി എടുക്കുന്ന. ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. അങ്ങനെ നല്ല അടിപൊളി സിംഗറേശ്വരോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസം നോക്കുക ആ റോഡാട്ടോ കാണുന്നത്. നടുവിൽ 2 സൈഡിലും നല്ല കൂടി സൈഡ് എഫക്റ്റ് ആയിട്ട് തോന്നുന്നുള്ള ജലദോഷമൊക്കെ വിളിച്ച് ഇതിനെ കൂടെ മുളക്കാൻ ഹവാവും കൂടി ചെയ്തത്. ഇതിന് ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് ഒരിക്കലും കയറെടുത്തിട്ടാ TTR വന്നിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മള് കസ വോയേജസിലെത്തിട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് 26:3 നേരത്തെത്തി. പിന്നെ സ്റ്റേഷൻ അങ്ങനെ ഉള്ളിൽ അനൗൺസ്മെന്റ് കാര്യമൊന്നുമില്ല. നമ്മൾ അവിടുത്തെ പോലെ നമ്മൾ ഏകദേശം സ്റ്റേഷൻ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ടിക്കറ്റിൽ ടൈം ഉണ്ടാവും, അത് വെച്ച് നോക്കിയാൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. ഇവിടെ കൂടുതൽ ലോക്കൽസ് ഒക്കെ കയറുന്ന ട്രെയിനിൽ തന്നെയാണ് കേട്ടോ. ഇത് നേരെ ഫെസ് വരെയുള്ള ട്രെയിനാണെന്നാണ് പറയുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി ടാക്സി എടുത്ത്, ടാക്സിയിലൊക്കെ മീറ്റർ ഉണ്ടെന്ന് പറച്ചിലുള്ളൂ, ആരും ഒന്നും ഇടുന്നൊന്നുമില്ല. ചോദിക്കാണ്ട് കയറരുത് ഒരിക്കലും. ചോദിച്ച് മനസ്സിലാക്കി കയറാം. ഇൻ്റർവ്യൂ ഒന്നും പിന്നെ കിട്ടുന്നില്ല, നോക്കിയില്ല. അങ്ങനെ നമ്മൾ കസബ്ലാങ്കയിലെത്തി. കസ വോയേജസ് എന്നൊരു 40 ദിറംസിന് ഒരു ടാക്സി എടുത്ത് നേരെ ഹോട്ടലിൽ വന്നു. അതായത് ഈ ഏരിയയിൽ എനിക്ക് ചെക്ക് ചെയ്തിട്ട് ഹോസ്റ്റൽ കിട്ടുന്നില്ല. ആകെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അതും പിന്നെ ലേഡീസ് റൂം ആയിട്ട് അത് കാണിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ബുക്ക് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല എന്നൊക്കെ പറയും. അതും വലിയ റിവ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരും കസബ്ലാങ്കയിലൊന്നും കാണാനില്ല പറഞ്ഞിട്ട് എല്ലാവരും വേറെ വേറെ സ്ഥലത്തേക്ക് ടാഞ്ചർ അങ്ങോട്ടൊക്കെ പോവുക. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. 29 യൂറോയാണ് ഇൻക്ലൂഡിങ് ടാക്സ് അടക്കമുള്ള ഹോട്ടൽ എടുത്തത്. ഒരു നോർമൽ ആവറേജ് ഹോട്ടൽ. റൂമെല്ലാം കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ ഭയങ്കര ഫെസിലിറ്റി മോശമാണെന്നൊക്കെയാണ് റിവ്യൂസ് ഉള്ളത്. പിന്നെ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണ് 29 കിട്ടിയത്. സോ ഒരു ദിവസമുള്ളൂ, വേറെ ഓപ്ഷനൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതന്നെ എടുത്തു. നാളെ പുറത്ത് പള്ളി കാണാൻ പോകാനുണ്ട്. ഹസൻ മോസ്ക് എന്നൊക്കെ 20-25 മിനിറ്റ്സ് ഇവിടെ നടക്കാനുണ്ട്. അപ്പം വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ എടുത്താണ്. വാഷ്റൂമും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് 3 സ്റ്റാർ ഹോട്ടലാണെന്നോണം തോന്നുന്നു. അപ്പം ഇനി നമ്മൾ നേരെ പുറത്ത് പോകണം, ഫുഡ് കഴിക്കണം. ആകെ സൈഡായിട്ടുണ്ട്. കോൾഡൊക്കെ പിടിച്ചു. തണുപ്പിന് നമ്മൾ അത്ര കാര്യമാക്കിയില്ല, അതിനെ കൊണ്ടാണ് തോന്നുന്നത്. ലിഫ്റ്റിൻ്റെ ഡോർ ഉണ്ടാകാനാണ് ഞെട്ട്. അത് ഞാൻ ഞെട്ടു വേദിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ ഡോറല്ല, നമുക്ക് ഡോർ ക്ലോസറും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡോറ് തുറന്നില്ല ഗ്യാരണ്ടി. സെറ്റപ്പാണല്ലോ ഇത്. പക്ക പോകുമ്പോൾ കണ്ടോ ഫ്ലോറാ, ഓരോ ഫ്ലോറിലും ഡോറാ കറക്റ്റ് തുറക്കുന്നത്, അല്ലാണ്ട് ലിഫ്റ്റിൻ്റെ ഡോറൊന്നുമില്ല. 5 സ്റ്റാർ ഹോട്ടൽ എന്തായാലേ. ഹോട്ടലിൻ്റെ പ്രൈസ് നിങ്ങൾ തുറക്കുന്നില്ല, നമ്മൾ തന്നെ തുറക്കണം. ബാക്കി കാണാനൊക്കെ നല്ല വൃത്തി രസമൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട് നമ്മളെ ഹോട്ടലിലെ വിൻസർ. അപ്പം ഞാൻ ഇതിൻ്റെ പുറത്തുള്ള ATM പൈസ എടുക്കാൻ നോക്കിയപ്പോഴേ ATMലൊക്കെ ഇട്ട് എല്ലാം കൊടുത്ത് പൈസ എല്ലാം അടിച്ചു കഴിഞ്ഞപ്പോൾ റിജക്റ്റഡ് ഡ്യൂ ടു ദിസ് റീസൺ എന്ന് പറഞ്ഞിട്ട് വന്നത്. പക്ഷേ എന്താ പറയുക, പൈസ തിരിച്ച് കിട്ടിയതും ഇല്ല, അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയും ചെയ്ത്. നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ കാർഡ് വർക്കാവുന്നില്ല. അപ്പോൾ ഹോട്ടലിലെ പൈസ മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ, ബാക്കി കഴിക്കാനോ ടാക്സി ഒക്കെ ഉള്ള വേറെ ഉണ്ടായിരുന്നു.
പിന്നെ നോക്കുമ്പോൾ ഇതിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയും ചെയ്ത് പിന്നെ ഇത് കിട്ടില്ല. അപ്പോൾ സാധാരണ ആൾക്കാർ ATM കിട്ടി പൈസ എടുക്കുന്നതാണ്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക, ആവശ്യത്തിന് പൈസ കൊണ്ടുവരാ. നീ പൈസ തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല. നാളെ ബാങ്ക് വർക്കിംഗ് ആയിരുന്നു കിട്ടുന്നത്, നാളെ ഞായറാഴ്ച ആയിപ്പോയി. ഇത് ഒരു മദീനയാണ് കേട്ടോ, ഇത് ക്ലോസ് ആയി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഏകദേശം 10 മണിയാകുമ്പോഴും ക്ലോസ് ആവുന്നുള്ളൂ. നമ്മൾ ഇറങ്ങാൻ വല്ലാതെ ലേറ്റ് ആയിപ്പോയി. ബ്രെഡിന്റെ സ്ഥലം ക്ലോസ് ആയിക്കൊണ്ടിരിക്കുക. ചെറിയ ജലദോഷമുള്ളതുകൊണ്ട് നല്ല ഫാർമസി കിട്ടും നോക്കിയാണൊക്കെ. ഗൂഗിൾ മാപ്പ് കാര്യമൊക്കെ വർക്കിംഗ് തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ലൈവാണ് കേട്ടോ അവിടെ. നമ്മള് വേറെ സ്ഥലത്ത് വന്നാൽ ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടോ, കാരണം ഫ്രൂട്ട്സ് ആകുമ്പോൾ കണ്ടോ നമുക്ക് എത്ര ഉള്ളതെന്നറിയാം. ആകെ 5 ദിറംസ് 4 ദിറംസ് ഒക്കെ ഇവിടുത്തെ. ആകെ മൊത്തം നമ്മൾ പോയി 5 ദിറംസിനാണ് ഇത്രയും ഫ്രൂട്ട്സ് വാങ്ങുന്നത്. നമുക്ക് അവിടെ പോയ പോലും കിട്ടില്ല. പിന്നെ ലോക്കലി ഇതുണ്ടാവുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് നല്ല സാധനം കിട്ടുകയും ചെയ്യും. വൻ തിരക്കുള്ള ഷോപ്പ്. English? Do you understand what's mean right? I don't know what is this. Dragon. This is same. I like a fruits. Dragon. I know. Yes, This is not grape. No. You need to shoot or not shoot? No, it's okay. It's okay. Okay. Shooting. Okay. We are actor. Keep shooting. You have seen in YouTube? Yeah. Where are you What's from? your India. India. Welcome to Morocco. Your name? My name is Mehdi. Mehdi. Sufyan. Muhammad M. Yusuf. Yes. Muhammad M. Muhammad is famous. Muhammad Amin is famous. Yes. ഭയങ്കര നല്ല ചെക്കന്മാരട്ടാ. എന്താ പറയാ, അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടു വന്നതാ. പിന്നെ ഓനിക്ക് നല്ല ഇംഗ്ലീഷ് അറിയാം. ഓൻ്റെ അടുത്ത് ഫുള്ള് ആണ്. എൻ്റെ ഒപ്പം വന്ന നാളെ നമ്മളിങ്ങനെ ഫുള്ള് ഇവിടെ ലോക്കൽ ഫുഡ് കിട്ടുന്ന സ്ഥലത്തും ഉണ്ടാവും. ഇതൊക്കെ വെറൈറ്റി സാധനം കേട്ടോ. റിയാബ് ഞാൻ മറക്കെ എവിടെ നിന്ന് കഴിച്ചില്ല. കസബ്ലാങ്ക ഒന്നില്ല എന്ന് എല്ലാവരും വെറുതെ പറഞ്ഞത്. ഇതൊക്കെ ഉള്ള ഇവിടെ ടാക്കോസ് അത് ഇത് പല സാധനങ്ങളുണ്ട്. ഞാൻ ഇവിടെ ടാക്കോസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ഞാൻ ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ റിയാബ് കുടിച്ചു. ഇവിടുന്ന് ഇത് 25 രൂപയാണ് ഇവിടെ ടാക്കോസ്. പിന്നെ ടാക്കോസ് ഇവിടെ എന്തോ ഭയങ്കര സാധനം വന്നിട്ട് അവിടെ ഫുള്ളുണ്ട്. എല്ലാ സൈഡിലും ടാക്കോസിന്റെ ഷോപ്സാണ്. ഇപ്പുറം സാധനം ഉണ്ടത് അടിപൊളി സാധനം. 25 ദിറംസ് എങ്ങനെ ഉള്ളതിന്. റിയാബു ആകെ 5 ദിറംസ്. സൂപ്പർ സാധനം. ഞാൻ ആദ്യം വെച്ച ഗ്രേപ്പ് ഫുഡോ അങ്ങനെ എന്താ വെച്ചാൽ ഭയങ്കര തിരക്ക്. ആൾക്കാര് കപ്പിൽ വാങ്ങി കുടിച്ചോണ്ട് തിരക്കോട് തിരക്കാൻ. അവിടെ ഒക്കെ ഫുഡ് ഉണ്ട് കേട്ടോ. ഈ ഒരു സാധനം ഞാൻ മറാക്കേഷ് പോലും കിട്ടിയില്ല. സോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ രാവിലെ മറാക്കേഷിൽ നിന്ന് ഇന്ന് നമ്മൾ പോയത് മൊറോക്കൻ ഹമാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹമാം ഈസ് എ മസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൊറോക്കോ. ബട്ട് ഞാൻ പോയ സ്ഥലം ഭയങ്കര പാവമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് വാസ് വെരി ഫാസ്റ്റ്. എനിക്ക് അത്ര വലിയൊരിതായിട്ടും തോന്നിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ജലദോഷം കാര്യമുള്ള ഉണ്ടാവുന്നു കൂടുകയും ചെയ്തു. അതാണ് മെയിനായിട്ടൊരു എഫക്റ്റായി തോന്നിയത്. ചക്കോഫി പോയി നോക്കി. ബച്ചയിൽ ഭയങ്കര ക്യൂ ആയിട്ട് കയറാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പിന്നെ നേരെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ഇൻഡ്രൈവ് കിട്ടുന്നില്ല. ഇൻഡ്രൈവ് ഇല്ലീഗലാന്നൊക്കെ പറഞ്ഞിട്ട് ടൂറിസ്റ്റുകളുടെ കൂടെ അവർ വരുന്നില്ല. പോലീസ് പിടിച്ച പ്രശ്നം ആറട്ടെ. അങ്ങനെ ഞാൻ ടാക്സിയൊക്കെ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി 160 രൂപ കൊടുത്ത് നേരെ 3 മണിക്കൂറായിരുന്നു നമ്മുടെ കസ വോയേജസിലാണ് എത്തിയത്. വോയേജസിന് വീണ്ടും ഒരു ടാക്സി എടുത്തു, റൂം വന്നു. അങ്ങനെ ഇവിടെ നമുക്ക് ഹോസ്റ്റൽസ് കിട്ടാനില്ല, ഹോട്ടലാണുള്ളത്. അങ്ങനെ ഹോട്ടലിന് ഏകദേശം 29 യൂറോ, അതായത് 316 ദിറംസ് ഇവിടുത്തെ കൊടുക്കേണ്ടി വന്നു. ഇൻസർ ഹോട്ടലിലാണ് ഞാൻ നിന്നിരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ടാക്കോസ് എന്നാണ് ഇവർ പറയുക. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മെക്സിക്കൻ ടാക്കോസ് അല്ല, ഇവർ മറ്റേ നമ്മളെ സാൻഡ്വിച്ച് ആക്കി ഇങ്ങനെ തരുന്ന സാധനമില്ല, അതിനാണ് ടാക്കോസ് എന്ന് പറയുന്നത്. ഒരുപാട് ഷോപ്പുണ്ട് ഈ ഏരിയയിൽ. പിന്നെ ഒരുപാട് ജ്യൂസ് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ കുറച്ചുകൂടി മദീന എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു, കോർണിഷ് പറ്റുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വി ഡിഡ്ന്റ് ഹാവ് ടൈം. ആക്ച്വലി ഇന്ന് രാവിലെയൊക്കെ പുറപ്പെട്ട് വരണമായിരുന്നു. മിനിമം ഉച്ചക്കെങ്കിലും എത്തിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. സോ അതാണ് ഇന്നത്തെ ദിവസത്തിലേക്കുള്ള. നാളെ നമ്മൾ ഹസൻ മോസ്ക് കാണണം, തിരിച്ച് എയർപോർട്ട് പോകണം. വിശേഷങ്ങളൂടി നാളെ പറയാം. സോ ബൈ ബൈ ഫോർ ഡേ 8.